ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അശ്വിൻ ശ്രുതിനെയും കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോവാണ്. ശ്രുതിനെ അവിടെ കസേരയിൽ ഇരുത്തുന്നുണ്ട് കേട്ടോ. ഇരുന്ന് കഴിയുമ്പോഴേക്കും ശ്രുതി വീണ്ടും ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അശ്വിൻ ശ്രുതിയുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും ശ്രുതി അശ്വിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കുക കേട്ടോ. കൈ പിടിച്ചിട്ട് അശ്വിൻ പതുക്കെ ആ കൈ അശ്വിനെ നെഞ്ചിലേക്ക് വെക്കുവാണ്. ആ നെഞ്ചിടിപ്പിൻ്റെ ശബ്ദം ശ്രുതി കേൾക്കുവാണ്. ആ സമയത്ത് ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവട്ടെ. ശ്രുതി പെട്ടെന്ന് തന്നെ അശ്വിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അശ്വിനും ശ്രുതിനെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ ഒരു കുറച്ച് നേരം അങ്ങനെ തന്നെ അങ്ങനെ നിൽക്കുക കേട്ടോ. അതിനുശേഷം അശ്വിൻ രണ്ടുപേരും കുടിച്ച് മതിമറന്നിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ശ്രുതിനെ അവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് അശ്വിൻ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് ശ്യാം അതിലേക്കൂടി വരുമ്പോഴേക്കും അശ്വിനെ കാണുന്നില്ല. പക്ഷേ ശ്രുതി റൂമിൽ തന്നെയുണ്ട്. ഇതെന്നെ പറ്റിയ അവസരം എന്ന് ശ്യാം മനസ്സിൽ ഉറപ്പിക്കുകയാണ്. അങ്ങനെ ശ്യാം ആണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ അടുത്തേക്ക് പോവാണ്. ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്താ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, എനിക്ക് ഇതിനോട് ഒരു കാര്യം പറയാനുണ്ട്. നേരത്തെ നീ ഒരു കാര്യം പറയാൻ വന്നില്ലേ, നിങ്ങളുടെ കല്യാണം നടന്നതിനെക്കുറിച്ച്, അതിനെക്കുറിച്ച് എന്നോട് പറയാമെന്ന് പറയാണ്. ആ സമയത്ത് ശ്രുതി പറയണ്ടേ, എന്ത് കല്യാണം? അല്ല, നിൻ്റെയും അശ്വിൻ്റെ കല്യാണം ഇത്ര പെട്ടെന്ന് നടക്കാനുള്ള കാരണം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് അശ്വിൻ നിന്നെ ഇത്ര പെട്ടെന്ന് കല്യാണം കഴിച്ചത്? അതിനുള്ള കാരണം എന്താണെന്ന് പറ എന്ന് പറയാണ്. ആ സമയത്ത് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അത് അത് എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് അവിടെ നിന്ന് ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ശ്യാം പെട്ടെന്ന് ശ്രുതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ പിടിക്കുക കേട്ടോ. ശേഷം മുഖം ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി, കൈവിട്, നിങ്ങളെൻ്റെ മുഖത്ത് പോയിട്ട് എൻ്റെ കൈ പോലും തൊടാൻ നിൽക്കരുതെന്ന് പറയാണ്. അപ്പോഴേക്കും ശ്യാം, ശ്രുതി നീ പറ, എന്താ കാരണമെന്ന് പറ, നീ എന്തിനാ അവനെ പെട്ടെന്ന് കല്യാണം കഴിച്ചതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പെട്ടെന്ന് പൊട്ടിക്കരയാട്ടോ. നീ എന്തിനാ കരയണത്, എന്താ കാര്യം ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയേണ്ടത്, അത് അശ്വിൻ സാറാമ്മ എന്നോട് പറഞ്ഞു, ഞാൻ അശ്വിൻ സാറാമ്മനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ എൻ്റെ ചേച്ചിയുടെ കല്യാണം നടക്കില്ല എന്ന്. അങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചത് കൊണ്ടിട്ടാണ് ഞാൻ അശ്വിൻ സാറിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ കല്യാണം കഴിച്ചെന്നൊക്കെയുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അത് കേൾക്കുന്ന ശ്യാമിന് ഭയങ്കര സന്തോഷമാവാണ്. അങ്ങനെ ശ്യാം വീണ്ടും പതുക്കെ ശ്രുതിനെ ഇങ്ങനെ തൊടാൻ വേണ്ടി പോകുക കേട്ടോ. ആ സമയത്താണ് അവിടേക്ക് നമ്മുടെ അഞ്ജലി വരുന്നത്. അഞ്ജലി വരുമ്പോഴേക്കും അശ്വിൻ അപ്പുറത്ത് നിൽക്കണ കാണണ്ട, എന്താ കുഞ്ഞാ നീ ഇവിടെ നിൽക്കണത്? ഞാനിവിടെ വെറുതെ നിൽക്കണതാണ്, ചേച്ചി എന്താ ഇവിടെ നിൽക്കണത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അഞ്ജലിക്ക് മനസ്സിലായി അശ്വിൻ ശരിക്കും ബോധം വീണിട്ടില്ലെന്ന്. അഞ്ജലിക്ക് മനസ്സിലായിട്ട് അങ്ങനെ അഞ്ജലി ചിരിച്ചുകൊണ്ട് ശ്രുതി എന്തായെന്ന് അറിയാൻ വേണ്ടി ശ്രുതിയുടെ അടുത്തേക്ക് പോവാണ്. ആ സമയത്താണ് നമ്മുടെ അഞ്ജലി നോക്കുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ശ്യാം അവിടെ നിന്ന് വേഗം തന്നെ അഞ്ജലി വരുന്നത് കാണുമ്പോഴേക്കും വേഗം ഓടി അവിടെ നിന്ന് മാറി നിൽക്കുവാണ്. ശ്രുതിനെ കാണുമ്പോഴേക്കും അഞ്ജലി, ശ്രുതി നീ എന്തിനാ കരയണത് എന്ന് ചോദിക്കുകയാണ്. അത് അയാൾ എന്നോട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ചു. ആര് നിന്നോട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചു? അയാൾ എൻ്റെ മുഖത്തൊക്കെ തൊട്ടു. നീ ആരെക്കുറിച്ചതൊക്കെ എന്തൊക്കെയാണ് പറയണത് ശ്രുതി? എന്താ സംഭവിച്ചത്? നീ എന്തിനാ കരയണമെന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്യാമ ഒളിഞ്ഞ് നിന്നിട്ട് ഇതൊക്കെ കേൾക്കുവാ. ടീച്ചർ അവളെല്ലാം തൊലക്കുമെന്ന് തോന്നുന്നു. ഇന്ന് അഞ്ജലിയുടെ അടുത്ത് എല്ലാ സത്യവും പറയുമെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ ശ്യാമ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അഞ്ജലി വീണ്ടും ചോദിക്കണ്ടേ, എന്തിനാ ശ്രുതി നീ കരയണത്? ആരാ നിൻ്റെ അടുത്ത് എന്താ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് അഞ്ജലി ചേച്ചിയുടെ ഭർത്താവെന്നിങ്ങനെ പറയാൻ മുഴുക്കുമ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് വീണ്ടും മയങ്ങണ പോലെ ആവുകയാണ്. അങ്ങനെ അഞ്ജലി സത്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. ശരിക്കും അറിയാൻ പോകുന്ന ഭാഗം നാളെയായിരുന്നു. പക്ഷേ ശ്രുതി അപ്പോഴേക്കും എല്ലാം തീർത്തു കളഞ്ഞു. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.